നമസ്കാരം ഗൈസ്. ആക്ച്വലി നമ്മുടെ ഫിനാലേക്ക് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് തൊപ്പി വോട്ട് പിടിക്കുന്നു എന്നുള്ളത്. അതിന്റെ പേരിൽ ലൈവ് മറിഞ്ഞും അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനീഷ് കപ്പെടുക്കും എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ഒരു വശത്ത് അനീഷ്, ഒരു വശത്ത് അനു. ഞാൻ പറയട്ടെ, ഇതിപ്പോ തൊപ്പിയുടെ ഇഷ്ടമാണ്. തൊപ്പിക്ക് ആർക്ക് വേണ്ടി വോട്ട് പിടിക്കണം, തൊപ്പിയുടെ ലൈവിൽ ആരെ പറ്റി സംസാരിക്കണം എന്നുള്ളത് തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് കയറിയിട്ട് ആർക്കും അഭിപ്രായം പറയുന്ന ചോദ്യം ചെയ്യാനും ഒരു റൈറ്റും ഇല്ല. ഞാൻ ആരെ പറ്റി സംസാരിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ആ സംസാരത്തിൽ എത്രത്തോളം ജെന്യൂനിറ്റി വേണം, എത്തിക്സ് വേണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. എന്റെ ശരിയിൽ മറ്റൊരാൾക്ക് എങ്ങനെയൊക്കെയാലും തെറ്റുകൾ ഉണ്ടാവും. പക്ഷെ എന്റെ ശരിയിൽ എനിക്ക് തെറ്റായ ഒരു സംഭവത്തിനെ ശരിയാക്കി സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തൊപ്പി തന്നെയാണ്. തൊപ്പിയെ എനിക്കറിയാം, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. നമ്മൾ ലൈവിൽ കാണുന്ന പോലെയൊന്നുമല്ല. നേരിട്ട് കാണുമ്പോൾ ആള് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ ഞാൻ തൊപ്പിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഒരു ഗെയിം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശിയും അല്ലെങ്കിൽ ജയിക്കോടാ അങ്ങനെയുള്ള ഒരു ഫാൻ ബേസ് ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഗുഡ് സെൻസ്, ഓക്കെ, വെട്ടുമുത്തും കാര്യങ്ങളും എന്നല്ല ഞാൻ പറയുന്നത്. ഇത് ചെറിയൊരു സംഭവം ഞാൻ കൺവേ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഫേമസ് ആക്ടേഴ്സ് ആയ അവരായ ലാലേട്ടനും മമ്മൂക്കയ്ക്കും വരെ ഫാൻസ് ഉണ്ട്. മമ്മൂക്ക ഫാൻസ്, ലാലേട്ട ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നുണ്ട്. അതേപോലെ ഹിന്ദിയിലും എല്ലായിടത്തും തമിഴിലും ഒക്കെ വിജയ്, അജിത്, സൂര്യ ഇങ്ങനെയൊക്കെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചെറിയൊരു സീസൺ ആയ ബിഗ് ബോസ് സീസൺ 7ലും അനീഷിനൊരു ഫാൻ ബേസ് ഉണ്ട്, അനുവിനൊരു ഫാൻ ബേസ് ഉണ്ട്, ഷാനവാസിന് ഫാൻ ബേസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തൊപ്പി അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അനീഷിനെയാണ് തൊപ്പിക്ക് ഇഷ്ടം, അനീഷിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത് തൊപ്പിയുടെ ഇഷ്ടമാണ്. അത് അനുമോളെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഇഷ്ടപ്പെടണം എന്ന് പറയണതിലൊന്നും ഒരു അർത്ഥമല്ല. മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൺക്ലൂഡ് ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആളത് മാക്സിമം നോക്കി, പ്രസ്റ്റീജ് ഇഷ്യൂന് ജയിക്കണം നോക്കി. പക്ഷേ അനുമോള് ജയിച്ചു. അനുമോള് ജയിച്ചു കഴിഞ്ഞപ്പോഴും ഇന്ന് വീഡിയോയിൽ പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി വിട്ടു, ആ സംഭവം വിട്ടു. ഇറ്റ്സ് ഗെയിമാണ്. അതിന് അനുമോൾക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞു. തോറ്റേന്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് ആർക്കാരും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ ഒരു ഗെയിം സ്ട്രാറ്റജി, ഇപ്പൊ ഹൈഡ് ആൻഡ് സീക്ക് വീട്ടിൽ കളിക്കുമ്പോൾ പോലും നമ്മൾ തോറ്റാൽ നമുക്കൊരു ചമ്മലുണ്ടാവും. ഇതൊക്കെ തന്നെ ഇതിനകത്തുള്ളൂ. അല്ലാതെ ഭയങ്കര ഒരു അനുവിന്റെ ഫാൻ ബേസ് പോയിട്ട് അവരെ കളിയാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഒന്നും ഒരു മിസ്യൂസിങ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം തൊപ്പിയുടെ സംസാരവും കാര്യങ്ങളെല്ലാം ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഓക്കെ തോന്നിയത് എന്താന്ന് വെച്ചാൽ, തോറ്റാൽ തോറ്റു സമ്മതിക്കണം. മനസ്സിലായോ? തൊപ്പി അവിടെ PR ഉണ്ടല്ലേ ജയിച്ച്, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒന്നും ന്യായീകരിക്കുക ഒന്നും ചെയ്തില്ല. കമന്റ്സ് ഒരുപാട് PR ആണ്, അതാണ് ഇതാണ്, കരഞ്ഞു മെഴുകിയിട്ടാന്ന് പറഞ്ഞിട്ട് പോലും തൊപ്പി അത് കൺക്ലൂഡ് ചെയ്ത വേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. തൊപ്പി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, PR ആണ്, അതാണ് ഇതാന്ന്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ വിട്ടേക്ക്. PR ഒക്കെ എല്ലായിടത്തും ഉള്ളതാണ്. PR ഇപ്പം അനീഷ് ഇത് പൈസ വാങ്ങിച്ച് PR ചെയ്യുന്നവരുണ്ട്, പൈസ വാങ്ങിക്കാതെ PR ചെയ്യുന്നവരുണ്ട്. അത് എന്തിനു വാങ്ങിച്ചു, എന്തിനു ചെയ്തു എന്നൊന്നും ചോദിക്കാനായിട്ടില്ല. ഇപ്പൊ ഇലക്ഷന് നമ്മൾ വോട്ട് ചെയ്യുന്നില്ലേ, നമുക്ക് ആർക്കെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിന് വോട്ട് ചെയ്ത് എന്തിനാ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പൊ തൊപ്പിയുടെ ഒരു ക്യാരക്ടർ റിവീൽ ചെയ്യാനാണ് ഞാൻ ഇവിടെ ഈ സംഭവം ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺഗ്രാറ്റ്സ് പറയുകയും അതിന്റെ ഇടയിൽ അനു ജയിച്ചത് ഇന്ന കാരണം കൊണ്ടാന്നുള്ള കുറെ കുറ്റങ്ങൾ വന്നപ്പോഴും തൊപ്പി അത് ഈസി ആയിട്ട് മാനേജ് ചെയ്ത് അതൊന്നുമില്ല, വിട്ടേക്ക്. തോറ്റാൽ തോൽവി സമ്മതിക്കണം പറഞ്ഞ ആള് തോൽവി സമ്മതിച്ചു. അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ക്യാരക്ടർ അല്ല. തെറ്റ് പറ്റിയാൽ സോറി പറയാ, അതേപോലെ ഹെൽപ്പ് കിട്ടിയാൽ താങ്ക് യു പറയാ, അതേപോലെ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റു എന്ന് പറയാം. അതിന്റെ മേലെ ഓവറായിട്ട് സ്വയം പുകഴ്ത്തി ഓവറായിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് പെർഫെക്ഷൻ ആക്കാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ്, അനീഷിന് വേണ്ടിയിട്ട് വോട്ട് എടുക്കുന്നു, തൊപ്പി വോട്ട് എടുക്കുന്നു. എനിക്ക് കമന്റ്സ് വന്നിട്ടുണ്ട്, ലെറ്റിയും ചെയ്തോട്ടെ, നമുക്കെന്താ വിഷയം. ഇപ്പൊ നമ്മൾ അനുമോൾക്ക് വേണ്ടി വോട്ട് എടുക്കുന്ന പോലെ അപ്പുറത്ത് അനീഷിന് വേണ്ടി വോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവരെടുത്തോട്ടെ. എല്ലാവരും അനുമോൾക്ക് വേണ്ടിയിട്ട്, ലോകത്തിൽ എല്ലാവരും അനുമോൾക്ക് വേണ്ടി വോട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അനുമോൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുകൾ അനുമോൾക്ക് വോട്ട് ചെയ്യട്ടെ. അപ്പൊ എല്ലാവർക്കും അവരുടേതായ ലീവ് ആൻഡ് ലെറ്റ് ലീവ് അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിൽ കയറിയിട്ട് ആർക്കും ചോദിക്കാൻ റൈറ്റ് ഇല്ല. അപ്പൊ അനുമോള് ജയിച്ചപ്പോഴും ഓക്കെ, തൊപ്പി ഈസ് ഫൈൻ, തൊപ്പി വരണം, തോറ്റാ തോൽവി സമ്മതിക്കണമെന്ന് തോൽവി സമ്മതിച്ചു. ദാറ്റ്സ് വാട്ട് വി കോൾ ക്യാരക്ടർ. ഗുഡ് വൈബ്സ്.